ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നെല്ലിക്ക ഉപ്പിലിട്ടതാണ് ഇന്നത്തെ റെസിപ്പി. എത്ര വലുതായാലും ഈ ഉപ്പിലിട്ട ഐറ്റംസ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മൾ കുട്ടിക്കാലം മുതലേ കഴിക്കുന്ന ഒരു ഐറ്റമാണല്ലോ ഉപ്പിലിട്ടതെല്ലാം. മാങ്ങ ഉപ്പിലിട്ടതോ, നെല്ലിക്ക ഉപ്പിലിട്ടത്, വിലുമ്പി ഉപ്പിലിട്ടതെല്ലാം എല്ലാവർക്കും ഇഷ്ടമുള്ള ഐറ്റമാണ്. ഇത് വെറുതെ കഴിക്കാൻ മാത്രമല്ല ചമ്മന്തി അരക്കാനും ഒക്കെ നല്ലതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. കുറച്ച് നെല്ലിക്ക, പിന്നെ പച്ചമുളക്, ഉപ്പ്, ഇത് മാത്രമേ ആവശ്യമുള്ളൂ. ഉപ്പിലിടാനുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട്, 250 ഗ്രാം നെല്ലിക്ക, പിന്നെ 6 പച്ചമുളക്, പിന്നെ കുറച്ച് ഉപ്പ്, റോക്ക് സോൾട്ട് പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. ഈ നെല്ലിക്ക നന്നായിട്ട് കഴുകിയെടുത്തതാണ്. അതുപോലെ തന്നെ പച്ചമുളകും കഴുകിയിട്ട് തുടച്ച് വെച്ചതാണ്. ആദ്യം തന്നെ നമുക്ക് ഈ നെല്ലിക്കയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കാം. ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടോ അല്ലെങ്കിൽ നല്ലൊരു കോട്ടൺ തുണി എടുത്തിട്ടോ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഒപ്പിയെടുക്കണം. ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം പോലും ഇതിലുണ്ടാകാൻ പാടില്ല. നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. നെല്ലിക്കയെല്ലാം നമുക്ക് നന്നായിട്ട് തുടച്ചെടുക്കാം. നെല്ലിക്കയിലെ വെള്ളമെല്ലാം നന്നായിട്ട് തുടച്ച് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. ഒരു പാത്രത്തിൽ ഒരു 1/4 ഭാഗം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എപ്പോഴും നെല്ലിക്ക മുങ്ങാൻ മാത്രമുള്ള അത്ര വെള്ളം എടുക്കണം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റോക്ക് സോൾട്ട് പൊടിച്ചതാണ് ചേർക്കുന്നത്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കണം. എന്നിട്ട് എപ്പോഴും ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കണം. ഉപ്പിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഉണ്ടായിരിക്കണം. ഇതിന് നന്നായിട്ട് ഉപ്പ് ചേർത്താൽ മാത്രമേ അത് നെല്ലിക്കയിൽ പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് അധികം ഉപ്പ് ഉണ്ടായിരിക്കണം ഇതിലേക്ക്. ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നെല്ലിക്ക ചേർക്കാം. നെല്ലിക്ക ചേർത്തതിന് ശേഷം 1 മിനിറ്റ് ആകുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്യണം. നെല്ലിക്ക അധികം വെന്തു പോകാൻ പാടില്ല. നെല്ലിക്കയെല്ലാം ചേർത്ത് കഴിഞ്ഞു. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം മാത്രമേ നമുക്കൊരു ജാറിലേക്ക് എല്ലാം മാറ്റി കൊടുക്കാൻ പാടുള്ളൂ. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നെല്ലിക്കയുടെ കളറൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. നന്നായിട്ട് തുടച്ച് ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന ഗ്ലാസ് ജാറാണിത്. എപ്പോഴും ഗ്ലാസ് ജാറിലേക്ക് ഇടുന്നതാണ് നല്ലത്. പ്ലാസ്റ്റിക് കണ്ടെയ്നറിലെല്ലാം ഇടുന്നതിനേക്കാളും ഇതുപോലത്തെ ഗ്ലാസ് ബോട്ടിൽ ഇടുന്നതാണ് നല്ലത്. നെല്ലിക്ക ഇട്ട് വെച്ച വെള്ളം തന്നെ വേണം ഈ ജാറിലും ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. വേറെ വെള്ളമൊന്നും ഇതിൽ ഒഴിക്കാൻ പാടില്ല. പിന്നെ ഉപ്പ് എപ്പോഴും ചെക്ക് ചെയ്യണം. ഉപ്പ് എപ്പോഴും കൂടുതൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നെല്ലിക്കയിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കൂ. ഇതിലേക്ക് ഇനി കുറച്ച് പച്ചമുളക് ചേർക്കാം. പച്ചമുളക് നെടുകെ കീറിയിട്ടാണ് ചേർക്കുന്നത്. 6 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ശരിക്കും കാന്താരി ഇട്ടാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് കാന്താരി കിട്ടാത്തതുകൊണ്ടാണ് ഞാനിവിടെ പച്ചമുളക് ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഈ ബോട്ടിൽ മൂടി വെച്ചിട്ട് ഒന്ന് കുലുക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി നെല്ലിക്ക ഉപ്പിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചമ്മന്തി അരക്കാനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അച്ചാർ ഉണ്ടാക്കാം ഇതെടുത്തിട്ട്. പിന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണല്ലോ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.